السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, സങ്കടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആരും അറിയാതെ രഹസ്യമായി ഇരുന്നു കൊണ്ട് ഈ ഒരു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്ന ഈ ഒരു ദിക്ർ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഒരുപാട് ഉപകാരപ്രദമായ ഒരുപാട് ദിക്റുകളെക്കുറിച്ചും സ്വലാത്തുകളെക്കുറിച്ചൊക്കെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കാണാത്തവർ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അതുപോലെ സങ്കടങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായ പ്രയാസപ്പെടുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. അല്ലാഹു എല്ലാത്തിനും ഒരു പരിഹാരം അല്ലാഹു നൽകട്ടെ. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. ഇവിടെ പോയാലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു പ്രത്യേകമായ ശിഫ നൽകട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ട് വേദനകളെ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആനാണല്ലോ. അതിൽ പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ വളരെ കൃത്യമായ ആ എണ്ണം അനുസരിച്ച് നാം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും വലിയ ഒരു പരിഹാരം ഉണ്ടാകും. സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ നമുക്കൊക്കെ അറിയുന്നതാണ്. ഇത് സൂറത്ത് യാസീൻ്റെ 58-ാമത്തെ ആയത്തിൽ പറയുന്ന 129 തവണ ആരുമില്ലാത്ത രഹസ്യമായ ഒരു സ്ഥലത്ത് അത്ഭുതകരമായ ഫലം, ഒരുപാട് ആളുകൾക്ക് ഇത് നേട്ടം കിട്ടുകയും അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം പകർന്ന ഒരു ദിക്ർ കൂടിയാണ് ഇത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉറപ്പായും ഉണ്ടാകും. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞതും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞതും ഇതിൽ പ്രധാനപ്പെട്ടതാണല്ലോ സൂറത്ത് യാസീൻ. നാം എന്തിനു വേണ്ടി ഓതിയാലും അത് നിറവേറ്റപ്പെടുമെന്നാണ്. നല്ലൊരു നിയ്യത്ത് വെച്ച് സൂറത്ത് യാസീൻ ഓതാം. എന്നിട്ട് സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ളത് 129 തവണ ആവർത്തിച്ച് നാം പറഞ്ഞ് മനസ്സിൽ എന്താണ് നമ്മുടെ നിയ്യത്ത് ഉദ്ദേശമുള്ളത്, ആവശ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നാം ഇത് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു പരിഹാരം അല്ലാഹു നൽകും. ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരൊക്കെ ഉണ്ട്. തീർച്ചയായും നമ്മുടെ ദുആ എല്ലാം നാം ഉൾപ്പെടുത്താറുണ്ട്. നാം പരസ്പരം ഇങ്ങോട്ട് ദുആ എന്ന് പറയുന്നത് അത്ഭുതമാണ്. ദുആ തീർച്ചയായും അല്ലാഹു അതിന് ഉത്തരം നൽകിയിരിക്കും. ഒരു നിലയ്ക്കല്ലെങ്കിൽ ഒരു നിലക്ക് നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് വരുന്ന ആഫത്ത് മുസീബത്തുകൾക്ക് അതൊരു തടയായിരിക്കും. നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിൽ പരലോകത്ത് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. 129 തവണ ഇത് ചൊല്ലാൻ കുറേ സമയമൊന്നും വേണ്ടിവരില്ല. ആരുമില്ലാത്ത ഒറ്റക്കൊരു സ്ഥലത്ത് നിന്ന് ആത്മാർത്ഥമായി ഒന്നോടുകൂടി കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നാം ഇങ്ങനെ ചൊല്ലിത്തീർത്താൽ അല്ലാഹു തീർച്ചയായും നമ്മുടെ സങ്കടങ്ങൾക്ക് അല്ലാഹു വലിയ പരിഹാരം നൽകും. ഇത് ചൊല്ലുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് വലിയ സമാധാനം ഉണ്ടാകുമെന്നാണ് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് സമാധാനം. നോക്കൂ, ഒരുപാട് കച്ചവട സ്ഥലങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ പല ആളുകളെ കാണും. എന്നാൽ സമാധാനം വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നുവെങ്കിൽ അവിടെ തിക്കും തിരക്കുമായിരിക്കുമായിരുന്നു. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനസ്സിന് ശാന്തിയും സമാധാനമുള്ള സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടിയാണ്. സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. സന്തോഷം ഒരാടത്ത് വിൽപ്പനം ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ തിരക്കും അവിടെ ആ സ്ഥലത്തായിരിക്കുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ വേണമെങ്കിൽ ധാരാളം ദിക്റുകൾ നാം ചൊല്ലുമ്പോൾ അത് ചൊല്ലിയവർക്കറിയാം അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സമാധാനം വേറെ എവിടെയും നമുക്ക് കിട്ടൂല. ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്നത്, ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ കിട്ടുന്നത്, നാം ഇത്തരത്തിലുള്ള ദിക്റുകൾ ചൊല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും. അതോടെ മനസ്സിന് സമാധാനം കിട്ടും. ഇസ്തിഗ്ഫാർക്ക് നാം ധാരാളം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടാണ്. ഹദീസിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ എണ്ണിയിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ റിസ്ക് വിശാലതയാകും. ഒരുപാട് നേട്ടങ്ങൾ അതൊക്കെ ഉണ്ട്. നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾക്കൊക്കെ അത് മതിയാകും. അപ്പോൾ നമ്മുടെ ദോഷങ്ങളും അല്ലാഹു പൊറുത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതും മാഫാക്കട്ടെ. അങ്ങനെ പ്രയാസമുള്ളവർ ഇൻഷാ അല്ലാഹ് ഇതൊന്ന് പറഞ്ഞ് ചൊല്ലി നോക്കുക.
അത്ഭുതകരമായ നേട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.